പറഞ്ഞതാണ് ഉദൂ ഇലാ സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ പ്രബോധനം ചെയ്യുക, ക്ഷണിക്കുക. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? അതിൻ്റെ മാധ്യമങ്ങൾ എന്താണ്? അള്ളാഹു പറയുന്നു ബിൽ ഹിക്മതി, ഹിക്മത്ത് കൊണ്ട്, അതായത് തത്വജ്ഞാനം കൊണ്ട്, വളരെ വലിയ അഗാധമായ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കുക. രണ്ടാമത് അള്ളാഹു പറയുന്നു വൽ മൗഇദത്തിൽ ഹസനത്തി, നല്ല വഅദ് പറഞ്ഞിട്ടും സാരോപദേശം ചെയ്തിട്ടും ക്ഷണിക്കുക. മൂന്നാമത് പറയുന്നു വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, സൃഷ്ടിപരമായ മാർഗങ്ങളിലൂടെ അവരോട് സംവദിച്ച് വാദപ്രതിവാദം നടത്തിയും ദീനിലേക്ക് ക്ഷണിക്കുക. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും വിശദമായി എഴുതിയിട്ടുണ്ട്. അൽ മനാർ എന്ന ഒരു പഴയ ഒരു തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ പറയുന്നത് ഈ ആയത്ത് കൊണ്ട് അല്ലാഹു തആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യരുടെ പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ മാനസികാവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ ഒന്നുകിൽ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ മന്ദബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ വിമർശന ബുദ്ധിയായിരിക്കും. ഇങ്ങനെയുള്ള മൂന്ന് ബുദ്ധികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ബിൽ ഹിക്മതി എന്നത് കൂർമ്മ ബുദ്ധികൾക്കേ മനസ്സിലാവുകയുള്ളൂ. രണ്ടാമത്തത് ഒരു ഇടത്തരം ബുദ്ധിയുള്ളവനാണെങ്കിൽ വൽ മൗഇദത്തിൽ ഹസനത്തി, അവനോട് നല്ല കാര്യങ്ങൾ വഅദ് പറഞ്ഞാൽ മനസ്സിലാകും. മൂന്നാമത് വിമർശന ബുദ്ധിയാണ്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. സൃഷ്ടിപരമായ മാർഗങ്ങളിലൂടെ വാദപ്രതിവാദം നടത്തുക. ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് മുഴുവനും സമഞ്ജസമായി സമ്മേളിച്ച ഒരു മഹാരഥനായ പണ്ഡിതൻ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലോ നൂറ്റാണ്ടുകളിലോ പരിശോധിച്ചു നോക്കിയാൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മാത്രമാണ്.